ഇന്നത്തെ നിങ്ങൾ എന്താണെന്നറിയുമോ? ഇന്ന് വരെ നിങ്ങളെടുത്ത എല്ലാ ഡിസിഷൻസിൻ്റെയും, നിങ്ങൾ നടപ്പാക്കാത്ത എല്ലാ കാര്യങ്ങളുടെയും റിസൾട്ടാണ് ഇന്നത്തെ നിങ്ങളുടെ ലൈഫ്. ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം നീ അർഹിക്കുന്നു. ഇന്ന് നിനക്ക് എന്തെല്ലാം ദുരിതങ്ങളുണ്ടോ അതെല്ലാം നീ അർഹിക്കുന്നു. കാരണം ഇത് വരുത്തി വെച്ചത് നീ തന്നെയാണ്. സംശയമുണ്ടോ? നമ്മൾ വരുത്തി വെച്ചതാണ് നമ്മുടെ ലൈഫ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നീ മാത്രമേ ഉള്ളൂ ഉത്തരവാദി. വേറെ ആരെയും ഇത് പിടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് ഇത് നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. സിർലേ, ഫോൺ എടുത്തേ, ക്യാമറ ഓൺ ചെയ്തേ, നിങ്ങളുടെ മുഖം കാണണോ? അത് സെൽഫി. പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ അവരെ കുറിച്ചോ കസ്റ്റമറെ കുറിച്ചോ എന്തിനെ കുറിച്ച് വേണേലും വീഡിയോ ചെയ്ത് പഠിക്കാൻ പോവാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു, എങ്ങനെയാ പഠിക്കുന്നേ? ബൈ ടേക്കിംഗ് ആക്ഷൻ. അതല്ലാതെ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല, കേട്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല, നടപ്പാക്കണം. ഇന്നേ വരെ തൊട്ട് മുമ്പ് വരെ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം എത്ര എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. ഇരിക്കും. ധൈര്യം കിട്ടിയോ? 0-ൽ നിന്ന് 1-ലേക്ക് എത്തുന്നതിനാണ് ഏറ്റവും കൂടുതൽ പേടിയും ഏറ്റവും കൂടുതൽ. എപ്പോഴേ പേടി ഉണ്ടാകുന്നേ? സ്കില്ലില്ലാത്തപ്പോ. വണ്ടി ഓടിക്കാൻ പേടി എപ്പോഴാ? വണ്ടി ഓടിക്കാൻ അറിയാത്തപ്പോ. സ്റ്റേജിൽ കയറാൻ പേടി എപ്പോഴാ? പബ്ലിക് സ്പീക്കിംഗ് അറിയാത്തപ്പോ. ക്ലോസ് ചെയ്യാൻ പേടി എപ്പോഴാ? സെയിൽസ് അറിയാത്തപ്പോ. പ്രീമിയം സെല് ചെയ്യാൻ പേടി എപ്പോഴാ? പ്രീമിയം സെല് ചെയ്യാൻ അറിയാത്തപ്പോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? പഠിക്കുക. എന്ത് ചെയ്യണം? അത് മാത്രമേ ഉള്ള ഓപ്ഷൻ. സോ മണി നൗ മാത്രമുള്ള ഒരാളിൻ്റെ കാര്യം എടുത്ത് നോക്കുക. ഡെയിലി വരുമാനമുണ്ട്. ഇവർക്കൊരു അത്യാവശ്യം വന്നു, അല്ലെങ്കിൽ മന്ത് എൻഡിൽ ഒരു ആവശ്യം വരുന്നു, ഒരു കല്യാണം വരുന്നു, 5 പൈസ കാണത്തില്ല. കാരണം ഡെയിലി വരുന്നു, ഡെയിലി ചിലവാകും. മണി നൗകാരൻ്റെ പ്രശ്നം. മണി മന്ത്ലി മാത്രമേ ഉള്ളെങ്കിലോ നിങ്ങളൊരു ശമ്പളക്കാരനെ പോലെ എണ്ണിച്ചിട്ട അപ്പം പോലെ എല്ലാ മാസവും 1-ാം തീയതി കുറച്ച് പൈസ കിട്ടും, അത് വെച്ച് ഒപ്പിച്ച് ജീവിച്ചോണം. ഇനി മണി ഇൻ ഫ്യൂച്ചർ ആണെങ്കിലോ ഇപ്പോഴും പൈസ കാണത്തില്ല. ഈ ചില സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ എങ്ങനെയാണ്? അവർക്ക് ഉടനെ ഒന്നും പൈസ കിട്ടത്തില്ല, ഫ്യൂച്ചറിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴെല്ലാം പട്ടിണിയായിരിക്കും. അതുകൊണ്ട് പട്ടിണി വരാതിരിക്കാനുള്ള ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. എല്ലാ ദിവസവും വരുമാനം വേണം, എല്ലാ മാസവും വരുമാനം വേണം, ഫ്യൂച്ചറിലും വരുമാനം വേണം. അതിന് ഒറ്റ മാർഗ്ഗമുള്ള എന്താണത്? PMP. എന്താത്? പേഴ്സണൽ മീഡിയ പ്ലാറ്റ്ഫോം. യൂട്യൂബിൽ നിങ്ങളെ കാണണോ ഇനി? ഫേസ്ബുക്കിൽ നിങ്ങളെ കാണണോ ഇനി? ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ കാണണം. ഈ സോഷ്യൽ മീഡിയക്ക് 2 രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, ദേ യൂസ് ഇറ്റ് ഫോർ പ്ലഷർ. സമയം കളയാൻ ഒരു ഭയങ്കര രസമല്ലേ ഇങ്ങനെ ഒരു കൊതിഞ്ഞുണയൊക്കെ കേട്ടോണ്ടിരിക്കുക. 2, ഫോർ പ്രോഫിറ്റ്. ഇന്നലെ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈസ് ഫോർ പ്ലഷർ. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. കാശുണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കാനായിരിക്കണം ഇന്ന് തൊട്ട്. അപ്പോൾ ഇന്ന് തൊട്ട് വീഡിയോസ് ചെയ്യും എന്ന് ഉറപ്പുള്ളവർ മാത്രം കൈവക്കും. വീഡിയോ ഈസ് ജസ്റ്റ് വൺ തിങ്. വീഡിയോ ഒരൊറ്റ കാര്യമാണ്. രണ്ടാമത്തെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. വീഡിയോ എടുക്കാൻ ഏറ്റവും നല്ലത്, നിങ്ങൾ പോയിട്ട് ഒരു മൊബൈലും എടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു പോളിസി, നല്ല പ്രീമിയം പോളിസി എടുത്ത് ഒരു കസ്റ്റമർ എടുത്ത് പോയിരിക്കുക, ഇൻ്റർവ്യൂ നടത്തുക. സാർ ഇപ്പം ഇന്ന പോളിസി എടുത്തുള്ളൂ, എന്തായിരിക്കും അത് എടുക്കാനുള്ള റീസൺ? എന്തുകൊണ്ടാണ് ആ പോളിസി സാർ എടുത്തത്? നമ്മുടെ കസ്റ്റമറോട് നമ്മൾ ചോദിക്കുക. പ്രീമിയം കസ്റ്റമേഴ്സ് ഉറപ്പായിട്ടും അവർ പറയും എന്തുകൊണ്ടാണ്, എന്താണ് എന്നെ അതിൽ അട്രാക്റ്റ് ചെയ്തത്. ഇതെടുത്ത് നിങ്ങൾ യൂട്യൂബിലിട്, ഫേസ്ബുക്കിലിട്. അവൻ പറഞ്ഞ കാര്യം, അവനെ പോലുള്ള പല കസ്റ്റമേഴ്സും അത് കേട്ടിട്ട് നിങ്ങളെ വിളിക്കും. ആ ആ ഡോക്ടർ എടുത്ത പോളിസി ഏതായിരുന്നു? ആ സോമൻ ഡോക്ടർ എടുത്ത പോളിസി എനിക്കും കൂടെ വേണം. പ്രതാപൻ സാർ എടുത്ത പോളിസി എനിക്കും കൂടെ വേണം. എന്തുവായിരുന്നു അത്? അവൻ്റെ സ്നേഹക്കാരും വിളിക്കും, അവൻ്റെ ശത്രുവും വിളിക്കും. 2 വന്നാലും നമുക്ക് കച്ചവടം.